ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് രുചികരമായൊരു പിസ്സ തയ്യാറാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പിസ്സ. മൈദ ഉപയോഗിച്ചുണ്ടാക്കുന്ന പിസ്സയ്ക്ക് പകരം വളരെ ആരോഗ്യകരമായ രീതിയിൽ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പിസ്സ നമുക്കിന്ന് തയ്യാറാക്കാം. ആദ്യം നമുക്ക് പിസ്സയ്ക്കുള്ള ഡോ തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ഒറിഗാനോ ആണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. മാവിൽ ഫെർമെൻറ്റേഷൻ നന്നായി നടക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് തൈര് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഒരല്പം ഉപ്പും 1 കപ്പ് തിളപ്പിച്ചാറിയ പാലും കൂടി ചേർത്ത് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസായും പോകരുത്, ഒരുപാട് കട്ടിയും ആവരുത്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു പരുവത്തിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. മാവെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിലോ ബട്ടറോ കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് പുരട്ടിയതിന് ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് മാവ് പൊങ്ങി വരാനായി മാറ്റിവെക്കണം. മാവ് പുളിക്കുന്ന സമയം കൊണ്ട് പിസ്സയ്ക്കുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 സവാളയും 1 തക്കാളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നാൽ പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ പഞ്ചസാര, അല്പം ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വെള്ളം ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കി പിസ്സയ്ക്കുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. ഇനി പിസ്സയിലേക്ക് വേണ്ടുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി കുറച്ച് ചിക്കൻ ഇവിടെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് മസാലയെല്ലാം നന്നായി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോഴേക്കും ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്ത് 2 സൈഡും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സയ്ക്കുള്ള ഡോ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോ പിസ്സ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഹോൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സയ്ക്കുള്ള സോസ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോസ് എല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞത് നിരത്തി കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് സവാളയും തക്കാളിയും പിന്നെ മഞ്ഞയും പച്ചയും നിറത്തിലുള്ള ക്യാപ്സിക്കം കൂടിയാണ്. നമ്മുടെ കയ്യിൽ ക്യാരറ്റ്, ബ്രൊക്കോളി അങ്ങനെയുള്ള വെജിറ്റബിൾസ് എന്തുണ്ടായാലും ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതാ ഇപ്പോൾ വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ കൂടി ഒന്ന് തൂക്കി കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ച് പിസ്സ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്